ഹലോ മക്കളെ, നമ്മൾ അടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഡൈല്യൂട്ട് സൊല്യൂഷൻസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഡൈല്യൂട്ട് സൊല്യൂഷൻ. നമുക്കറിയാം, ഡൈല്യൂട്ട് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഈസ് വെരി സ്മോൾ ഇൻ കമ്പാരിസൺസ് വിത്ത് ദാറ്റ് ഓഫ് സോൾവെൻറ്റ്. എന്തുപോലെ? നല്ല ഒരു മധുരമുള്ള നാരങ്ങ വെള്ളം എടുത്തു. എനിക്ക് മധുരമുള്ളൊരു വെള്ളം നമ്മളെടുത്തു. മധുരം കൂടിപ്പോയി. അപ്പോൾ നമ്മൾ മധുരം കുറയ്ക്കാൻ വേണ്ടി എന്താ ചെയ്യുക? നാരങ്ങ വെള്ളത്തിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കും അല്ലേ? കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? സോൾവെൻറ്റ് കുറച്ച് കൂട്ടി കൊടുത്തു. അപ്പം സൊല്യൂട്ട് കൂട്ടി നമ്മളില്ല, സൊല്യൂട്ട് അത് തന്നെ. അപ്പോൾ സൊല്യൂട്ടിന് എന്താ സംഭവിച്ചത്? ഉള്ള സൊല്യൂട്ട് കുറച്ചുകൂടി ഏരിയയിലേക്ക് വ്യാപിച്ചു എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചവിടെ? കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഡിക്രീസ്. അതുകൊണ്ടല്ലേ മധുരം കുറഞ്ഞത്. സോ അതാണ് ഡൈല്യൂഷൻ എന്ന് പറയുന്നത്. ഡൈല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഈസ് വെരി സ്മോൾ ഇൻ കമ്പാരിസൺസ് വിത്ത് ദാറ്റ് ഓഫ് സോൾവെൻറ്റ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡൈല്യൂട്ട് സൊല്യൂഷനകത്ത് സാധാരണഗതിയിൽ ആര് കുറവാണ്? സൊല്യൂട്ട് പാർട്ടിക്കിൾ വളരെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? ഐഡിയലി, മോർ ഓർ ലെസ് ഐഡിയലി ബിഹേവിയർ ആയിരിക്കും കാണിക്കുക. ഇറ്റ് ഈസ് ബിഹേവിയർ, ദ സൊല്യൂഷൻ ഈസ് ബിഹേവ്സ് മോർ ഓർ ലെസ് ഐഡിയലി. ഓക്കെ, മാത്രമല്ല സൊല്യൂട്ട് മോളിക്യൂൾസും നമ്മൾ സോൾവെൻറ്റും തമ്മിൽ they did not form so much effective internuclear forces. ഓക്കെ, ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഡൈല്യൂട്ട് സൊല്യൂഷൻസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടിയാണ്. എന്താണ്? ഡൈല്യൂട്ട് സൊല്യൂഷൻസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടി. ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് വാട്ട്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. നമ്മളെന്താ പറയുക? പ്രോപ്പർട്ടിയെ ഡൈല്യൂട്ട് സൊല്യൂഷൻസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് നമ്മൾ പഠിക്കുന്നത്. ഡൈല്യൂട്ട് സൊല്യൂഷൻസിൻ്റെ പ്രോപ്പർട്ടിയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. നമ്മൾ വിളിക്കുക അതിനെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കും. ഓക്കെ, ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട്, ഈ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും സൊല്യൂട്ട് നോൺ വോളട്ടൈലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. നോൺ വോളട്ടൈൽ സൊല്യൂട്ടും സോൾവെൻറ്റ് വോളട്ടൈൽ നേച്ചറും ആയിരിക്കും. ഓക്കെ, അതായത് സൊല്യൂട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വളരെ കുറഞ്ഞ എമൗണ്ടിലുള്ള സാധനം അത് വാപ്പറൈസ് ചെയ്ത് പോവില്ല. ദാറ്റ് ഈസ് നോൺ വോളട്ടൈൽ. സോൾവെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വോളട്ടൈൽ ആയിരിക്കും. എന്ത് പഠിക്കാൻ വേണ്ടി? കോളിഗേറ്റീവ് പ്രോപ്പർട്ടി പഠിക്കാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യണം. എപ്പോഴും സോൾവെൻറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? 1 എന്നുള്ള പ്രിഫിക്സിൽ കൊടുത്ത് എഴുതുക. 1 എന്ന് നമ്മൾ എഴുതുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സോൾവെൻറ്റിൻ്റെ മാസം നമ്മൾ M1 എന്ന് പറയും, വെയ്റ്റ് W1. ഓക്കെ, ഇങ്ങനെ നമ്പർ ഓഫ് മോൾസ് N1 എന്ന് പറയുന്നത് സോൾവെൻറ്റിൻ്റെ കേസിലാണ് പറയുന്നത്. സൊല്യൂട്ടിനെ നമ്മൾ 2 എന്ന നമ്പറാണ് കൊടുക്കുക. സഫിക്സിൽ താഴെ നമ്മളെപ്പോഴും 2 എന്ന നമ്പറാണ് നമ്മൾ കൊടുക്കുക. ഏതിന്? സൊല്യൂട്ടിന്. ഓക്കെ, ഈ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. നമ്മൾ നെക്സ്റ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലേക്ക് പോവാണ്. വാട്ട് ഈസ് മീൻ ബൈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡൈല്യൂട്ട് സൊല്യൂഷൻസ് ഇൻ വിച്ച് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ പ്രസൻറ്റ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെൻറ്റ്. ദാറ്റ് ഈസ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. എന്താണ് ഈ കോളിഗേറ്റീവ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല. കോളിഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. എന്താണ്? ഒന്നുകൂടി ഇപ്പം ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, ദ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡൈല്യൂട്ട് സൊല്യൂഷൻ വിച്ച് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ പ്രസൻറ്റ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെൻറ്റ് ആൻഡ് നോട്ട് ഇൻ എനി വേ അപ്പോൺ ദ nature of the solute പാർട്ടിക്കിൾ. അപ്പോൾ എപ്പോഴും നോക്കുന്നത് എന്താണ്? സൊല്യൂട്ട് പാർട്ടിക്കിളിൻ്റെ നേച്ചറിനെ ഈ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഡിപ്പെൻഡ് ഓൺലി ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ പ്രസൻറ്റ്. ഓക്കെ, ഇത് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടി.
കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? നേച്ചർ ഓഫ് സൊല്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സോ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഒരു നോൺ വോളട്ടൈൽ ആയിട്ടുള്ളൊരു സൊല്യൂട്ട് വോളട്ടൈൽ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുമ്പം ആ ഡൈല്യൂട്ട് സൊല്യൂഷനിൽ 4 തരത്തിലുള്ള പ്രോപ്പർട്ടീസാണ് നമുക്ക്, ഫിനോമിനൻസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 4 തരത്തിലുള്ളൊരു ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, പ്രത്യേകതകളാണ് കാണാൻ കഴിയുന്നത്. ഒന്നാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണേ. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. കണ്ടോ, ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. ഓക്കെ. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻറ്റ്. ഓക്കെ, മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻറ്റ്. ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻറ്റ്. ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻറ്റ്. ലാസ്റ്റ് പ്രോപ്പർട്ടി ഓസ്മോട്ടിക് പ്രഷർ. Osmotic pressure. So these are the 4 colligative properties. അപ്പം കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചാൽ എഴുതൂലേ? എന്താണ് അത്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് അല്ലെങ്കിൽ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. നേച്ചർ ഓഫ് സോൾവെൻറ്റ് സൊല്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അതിൽ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻറ്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ, ഈ 4 പ്രധാനപ്പെട്ട കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസാണ് ഉള്ളത്. ഓക്കെ. ഓൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ ആൻഡ് ഓൾസോ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ സൊല്യൂഷൻ. കണ്ടോ, എല്ലാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസും എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഡയറക്ട്ലി, എല്ലാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസുകളും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. ഓരോ പ്രോപ്പർട്ടീസും ഒന്നിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ആൻഡ് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ സൊല്യൂഷൻ ഓൾസോ, അമൗണ്ട് മാത്രമല്ല, മറ്റേതെന്താണ്? മോൾ ഫ്രാക്ഷനോടും കൂടി അത് ഈക്വലാണ്. അപ്പോൾ നമുക്ക് അറിയേണ്ട ഒരു ടൈമാണ് മോൾ ഫ്രാക്ഷൻ. ഇറ്റ് ഈസ് ജനറലി റെപ്രസെൻറ്റഡ് ബൈ എക്സ് അല്ലെങ്കിൽ കാപ്പ എന്നൊക്കെ നമ്മൾ പറയും. നമ്മളിവിടെ എക്സ് എന്ന് പഠിക്കുക. ജനറലി നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോൾ ഫ്രാക്ഷൻ, കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെയിമാണ്. ആർക്ക്? മോൾ ഫ്രാക്ഷൻ ഓഫ് എ സൊല്യൂട്ട് മോളിക്യൂൾസിന് സെയിമാണ്. സോ മോൾ ഫ്രാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് സൊല്യൂട്ട് മോളിക്യൂൾ, ഞാൻ പറഞ്ഞു സൊല്യൂട്ടിൻ്റെ നമ്പർ എപ്പോഴും 2 ആയിരിക്കും. സോ N2 ബൈ, പിന്നെ എന്താണ് മെഷർമെൻറ്റ് നമ്മൾ പറഞ്ഞത്? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് അല്ലേ? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്നാണ് പറഞ്ഞത്. അപ്പം സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻ സൊല്യൂഷൻ, അതേതാണ്? N1 പ്ലസ് N2. ഓക്കെ, മനസ്സിലായല്ലോ? സോ ഇതാണ് അതിൻ്റെ മോൾ ഫ്രാക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ ഓരോ പ്രോപ്പർട്ടി വെച്ചിട്ട് ഓരോ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഫസ്റ്റ് വൺ, ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ നമ്മൾ കണ്ടു. ഒരു വോളട്ടൈൽ സോൾവെൻറ്റ്, ഇപ്പം വാട്ടറോ അങ്ങനെ എന്തെങ്കിലും വോളട്ടൈൽ ആയിട്ടുള്ളൊരു സോൾവെൻറ്റ്, ഈ വോളട്ടൈൽ സോൾവെൻറ്റിലേക്ക് നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ഞാൻ ആഡ് ചെയ്യുന്നു. അപ്പം എന്താ സംഭവിക്കുക എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം ഇവിടെ ഇപ്പം വോളട്ടൈൽ ആയിട്ടുള്ള വാട്ടർ മോളിക്യൂൾ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുകയാണ് അതിനകത്തല്ലേ. ഞാനിവിടെ എന്ത് ചെയ്തു? നോൺ വോളട്ടൈൽ ആയിട്ടുള്ളൊരു സൊല്യൂട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പം നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്തു. ഇതിന് വോളട്ടൈലിറ്റി ഇല്ല. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? ഇവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? സം ഏരിയ ഓഫ് ദ സർഫസ് ഈസ് ഒക്കുപ്പൈഡ് ബൈ നോൺ വോളട്ടൈൽ സൊല്യൂട്ട് മോളിക്യൂൾ. കണ്ടോ, നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത്
ഈ സോൾവെൻറ്റിലേക്ക് ഈ സൊല്യൂട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പം ഇത് കുറച്ച് അതിൻ്റെ സർഫസിൽ ഇങ്ങനെ ആയിരിക്കും നിൽക്കുക അല്ലേ, ഇങ്ങനെ ആയിരിക്കും സർഫസിൽ ആ പിന്നെ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇങ്ങനെ ആയിരിക്കും നിൽക്കുക. അപ്പം ഇൻ എ സൊല്യൂഷൻ ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇൻ എ വോളറ്റൈൽ സോൾവൻ സം ഏരിയ, കണ്ടോ ഇതിൻ്റെ ഇവിടുത്തുള്ള കുറച്ച് ഏരിയാസ് കണ്ടില്ലേ ഇവിടെ ഉള്ള സം ഏരിയ ഓഫ് ദ സർഫസ് ഈസ് ഒക്കുപ്പൈഡ് ബൈ ആരാണ്, നോൺ വോളറ്റൈൽ സൊല്യൂട്ട് മോളിക്യൂൾ ഒക്കുപ്പൈ ചെയ്യുന്നു. ഓക്കെ, അപ്പം സർഫസിൽ കുറച്ച് ഏരിയയിൽ സർഫസ് ഏരിയയിൽ ഒക്കുപ്പൈ ചെയ്തിരിക്കുകയാണ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. ഫ്രം ദിസ് ഒക്കുപ്പൈഡ് ഏരിയ എന്താ സംഭവിക്കുക, ഇവിടെ ഈ ഒരു ഒക്കുപ്പൈഡ് ഏരിയയിൽ എന്ത് സംഭവിക്കും, ഇവോപ്പറേഷൻ ഓഫ് ദ സോൾവെൻറ്റ് ഈസ് നോട്ട് പോസിബിൾ. കണ്ടോ സോൾവെൻറ്റ് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, സോൾവെൻറ്റ് വേപ്പറൈസ്ഡ് ആണ്, ഇവിടുത്തെ വാട്ടർ വോളറ്റൈലാണ്, പക്ഷേ നമ്മൾ ഇട്ടിരിക്കുന്ന സൊല്യൂട്ട് നോൺ വോളറ്റൈലാണ്. ഈ സൊല്യൂട്ട് സർഫസിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് ഏരിയ ഒക്കുപ്പൈ നിൽക്കും അല്ലേ, ഏരിയ ഒക്കുപ്പൈ ചെയ്ത് നിൽക്കുന്ന സ്ഥലത്തുള്ള വാട്ടർ മോളിക്യൂളിന് അല്ലെങ്കിൽ വോളറ്റൈൽ സോൾവെൻറ്റിനെ ഇവോപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇല്ല, ഇവോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അവിടെ അങ്ങനെ ഇവോപ്പറേറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ നിൽക്കും അത്. അപ്പോൾ അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഇവോപ്പറേഷൻ ഓഫ് ദ സോൾവെൻറ്റ് ഫ്രം എ സൊല്യൂഷൻ ഈസ് ലെസ് വെൻ കമ്പയർഡ് ടു പ്യുവർ സോൾവെൻറ്റ്. ഇവിടെ നമ്മളൊരു പ്യുവർ സോൾവെൻറ്റ് മാത്രം വാട്ടർ മാത്രം എടുത്ത് വെക്കുമ്പം ഇവിടെ സൊല്യൂട്ടൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും മോനെ, ഇവോപ്പറേറ്റ് ചെയ്ത് പോവും. അപ്പം ഈ ഒരു ഇതിൻ്റെ മുകളിൽ ഈ ഒരു സൊല്യൂഷൻ്റെ മുകളിൽ എന്തുണ്ടാവും, എത്ര എമൗണ്ട് വേപ്പറൈസ് ചെയ്ത് പോയിട്ടുള്ള സോൾവെൻറ്റിൻ്റെ വേപ്പറുകൾ ഇതിൻ്റെ മുകളിലുണ്ടാവും. ഇത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്, ഇത് വേപ്പറൈസ് ചെയ്യുമ്പോൾ അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറും, ആ ഗ്യാഷ്യസ് വേപ്പർ ഇതിൻ്റെ മുകളിലുണ്ടാവും. എന്നാൽ ഇവിടെ നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, ഈ സൊല്യൂട്ട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വാട്ടർ മോളിക്യൂളിന് സോൾവെൻറ്റ് മോളിക്യൂളിന് ഇവോപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, ഇവോപ്പറേഷൻ തടസ്സപ്പെടുത്തി. അപ്പോൾ എവിടെയായിരിക്കും കൂടുതൽ എമൗണ്ട് വേപ്പർ ഉണ്ടാവുക, ഇവിടെയാണോ കൂടുതൽ എമൗണ്ട് വേപ്പർ ഉണ്ടാവുക, നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഇവിടെ ആയിരിക്കും, പ്യുവർ സോൾവെൻറ്റിലായിരിക്കും കൂടുതൽ വേപ്പർ ഉണ്ടാവുക. കാരണം ഇവിടെ തടസ്സപ്പെടുത്തില്ല, വേപ്പറൈസേഷനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. എന്നാൽ ഇവിടെ നമ്മൾ സൊല്യൂട്ട് ഇട്ടപ്പോൾ എന്താ സംഭവിച്ചത്, ഇതിൻ്റെ വേപ്പർ പ്രഷർ ഇതിൻ്റെ സോൾവെൻറ്റിൻ്റെ വാട്ടറിൻ്റെ വോളറ്റിലിറ്റി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനെന്ത് സംഭവിച്ചു, ഇവോപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാതായി. കംപ്ലീറ്റ് ആയിട്ടല്ല, ഈ സർഫസിൽ ഉള്ള സ്ഥലത്ത് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് അങ്ങോട്ട് ഇതിന് ഇവോപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗ്യാഷ്യസ് ഫേസിൽ നോക്കിക്കഴിഞ്ഞാൽ, വേപ്പർ ഫേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറവായിരിക്കും അല്ലേ, ഇതിൻ്റെ വോളറ്റൈൽ കമ്പോണൻറ്റ് ഇവിടെ കുറവായിരിക്കും. മനസ്സിലായോ പറഞ്ഞത്, അതാണ് പറഞ്ഞത്. അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഇവോപ്പറേഷൻ ഓഫ് ദ സോൾവെൻറ്റ് ഫ്രം എ സൊല്യൂട്ട് ഈസ് ലെസ് ആസ് കമ്പയർഡ് ടു പ്യുവർ സോൾവെൻറ്റ്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക, നമ്പർ ഓഫ് വേപ്പർ മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ഈസ് also correspondingly less above the solution and that above the pure solution. പ്യുവർ സൊല്യൂഷനേക്കാൾ കുറവായിരിക്കും നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. തൽഫലമായിട്ട് എന്തുണ്ടാവും, ആസ് എ റിസൾട്ട് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ the vapor pressure of the solution is less than that of pure solvent. Vapor pressure of this solution is less than that of pure solvent. That is called lowering of vapor pressure. മനസ്സിലായോ പറഞ്ഞത്, പോയിന്റ് മനസ്സിലായോ? ഒന്നാമത്തെ ഇത് മനസ്സിലായില്ലേ, ഒന്നാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറിനെ നമ്മൾ മാത്തമാറ്റിക്കലി ഡെൽറ്റ പി എന്നാണ് എഴുതുക. ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു P0 ഈസ് ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ് മൈനസ് P ബി ദ വേപ്പർ പ്രഷർ ഓഫ് ഡൈല്യൂട്ട് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു P0 മൈനസ് പി എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി എന്താണ് ഈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറും അതുപോലെ തന്നെ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറും മോളാർ മാസ് ഓഫ് സൊല്യൂട്ടും തമ്മിൽ നമ്മളുള്ള റിലേഷൻ എന്താണെന്ന് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. നമുക്കതായത് ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഓരോ സൊല്യൂട്ടിന് നമ്മൾ ആഡ് ചെയ്ത സൊല്യൂട്ടിൻ്റെ മോളിക്കുലർ മാസ് ഏത് സൊല്യൂട്ടാണ് ആഡ് ചെയ്തതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ. അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞപ്പോഴും സൊല്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ W2. സോ വി നോ എ നോൺ മാസ് ഓഫ് W2 gram ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഹൂസ് മോളിക്കുലാർ മാസ് ഈസ് M2.
ഈസ് ടു ബി ഡിറ്റർമിൻ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. M2 ആണ് നമുക്ക് കാണേണ്ടത്. ഇതിൻ്റെ മോളിക്ക് ഈ ആഡ് ചെയ്ത സൊല്യൂട്ടിൻ്റെ മോളിക്കുലർ മാസ് എത്രയാണ് കാണേണ്ടതെന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇത് ഡിസോൾവ് ചെയ്തിരിക്കുന്നു. ഏതിലാണ് ഡിസോൾവ് ചെയ്തിരിക്കുന്നത്? ഒരു W1 ഗ്രാമുള്ള സോൾവെൻറ്റിൽ, കണ്ടോ, സോൾവെൻറ്റ്, സ്യൂട്ടബിൾ സോൾവെൻറ്റിൽ നമ്മൾ എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? ഡൈല്യൂട്ട് ചെയ്തു. അപ്പം വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നിട്ട് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ, ഇതിൻ്റെ വേപ്പർ പ്രഷർ P മെഷർ ചെയ്യും. പ്യുവർ കോമ്പൗണ്ടിൻ്റെ വേപ്പർ പ്രഷർ നമുക്ക് ഓൾറെഡി അറിയാം. പ്യുവർ P0 ഈസ് ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ് ആൻഡ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് ദ എക്സ്പെരിമെൻറ്റ് ആൻഡ് M1 ഈസ് ദ മോളിക്കുലാർ മാസ് ഓഫ് ദ സോൾവെൻറ്റിൻ്റെ മോളിക്കുലാർ മാസുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, നമ്പർ ഓഫ് മോൾസ് N2 അല്ലേ? N2 സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം, ഗിവൺ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മോളിക്കുലാർ വെയിറ്റ് ഓഫ് ദ സൊല്യൂട്ട്. ആൻഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് ദാറ്റ് ഈസ് N1 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ N1 ഇസ് ഈക്വൽ ടു W1 ഡിവൈഡഡ് ബൈ M1. ഓക്കെ. ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദാറ്റ് ഈസ് ഡെൽറ്റ P ഈസ് ഈക്വൽ ടു P0 മൈനസ് P എന്നാണ്. ഇനി ഈ ഒരു ഇക്വേഷൻ 1നെ ത്രൂ ഔട്ട് ഡിവൈഡഡ് ബൈ പ്യുവർ വേപ്പർ പ്രഷർ P0 കൊണ്ട് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഡെൽറ്റ P ബൈ P0 ഈസ് ഈക്വൽ ടു P0 മൈനസ് P ബൈ P0 എന്ന് കിട്ടും. ഓക്കെ. വാട്ട് ഈസ് ഡെൽറ്റ P ബൈ P? ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ പ്രഷർ അല്ലെങ്കിൽ ലോവറിങ് ചേഞ്ച് ഇൻ പ്രഷർ ഡിവൈഡഡ് ബൈ പ്യുവർ പ്രഷർ ഓഫ് പ്യുവർ കമ്പണൻറ്റ് P0. ഇവിടുത്തെ P നമ്മൾ താഴെ എഴുതിയത് P0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലാണ് കേട്ടോ. ഡെൽറ്റ P ബൈ P0 നമ്മളെങ്ങനെ ഡെൽറ്റ P ബൈ P0 എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ദാറ്റ് ഈസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് മോളിക്യൂൾ. ഇറ്റ് ഈസ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് മോളിക്യൂൾ എന്നാണ് എൻ്റെ അർത്ഥം. So mole fraction of delta P by P0 is the mole fraction of solute particle, that is X2. So നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ വരിക? N2, നമ്പർ ഓഫ് മോളിക്യൂൾ N2, സൊല്യൂട്ടിൻ്റെ N2 ആണ്. ദെൻ N1 പ്ലസ് N2. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സൊല്യൂട്ട് മോളിക്യൂളിൻ്റെ മോൾ ഫ്രാക്ഷൻ വിളിക്കുക. നമുക്കറിയാം, ഡൈലൂട്ട് സൊല്യൂഷൻ ആയതുകൊണ്ട് സോൾവെൻ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ, N1 ആയിരിക്കും കൂടുതലുണ്ടാവുക, N2 വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് N2 നെഗ്ലജിബിൾ ആണ്. നമുക്കിതിനെ എങ്ങനെ എഴുതാം? N2, ഇവിടുത്തുള്ള N2 നെഗ്ലജിബിൾ ആണ്. സോ N1 പ്ലസ് N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞത് ഒരു വലിയൊരു 1000ലേക്ക് ഒരു 50 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1,00,000 രൂപയിലേക്ക് ഒരു 50 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ വിലയ്ക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നമുക്ക് 1,00,000 തന്നെ പറയാം റഫിലി. അപ്പോൾ നമുക്ക് ഈ സാധനത്തെ നമുക്ക് എങ്ങനെ റഫായിട്ട് N2 ബൈ N1 എന്ന് എഴുതാം. ഓക്കെ. നമ്മൾ ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് W2 ബൈ M2, N1 എന്ന് പറഞ്ഞാൽ W1 ബൈ M1. ആ വാല്യൂ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും ഡെൽറ്റ P ബൈ P0 ഇസ് ഈക്വൽ ടു N2 ബൈ N1. ആ N2 ബൈ N1ൽ N2ൻ്റെ വാല്യൂ എന്താണ്? W2 ബൈ M2 ഡിവൈഡഡ് ബൈ W1 ബൈ M1. അപ്പോൾ ഇതിനൊന്ന് തിരിച്ചെഴുതിയാൽ നമുക്ക് എന്താ കിട്ടുക? ഡെൽറ്റ P ബൈ P0 ഇസ് ഈക്വൽ ടു W2 ഇൻറ്റു M1 ഡിവൈഡഡ് ബൈ W1 ഇൻറ്റു M2. ഓക്കെ. സോ ഇതാണ് ഇതെന്ന് പറയുന്നത് സൊല്യൂഷൻ. അപ്പോൾ നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? M2 ആണ് കണ്ടുപിടിക്കാൻ. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. M2 ആണ് നമുക്ക് കണ്ടുപിടിക്കാം. M2 ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ M2 ഇസ് ഈക്വൽ ടു W2 ഇൻറ്റു M1 ഇൻറ്റു P0 ഓൾ ഡിവൈഡ് ബൈ W1 ഇൻറ്റു ഡെൽറ്റ P ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? M2 കിട്ടും. നമ്മൾ സാധാരണ ഈ ഇക്വേഷനാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുക? ഇവിടെയുള്ള ബാക്കി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ കേസിലും നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് മക്കളെ? ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഈ ഒരു റിലേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറും വെച്ചിട്ട് മോളിക്കുലാർ മാസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് മോളിക്കുലാർ മാസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായി നിങ്ങൾക്ക്? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്കിതിൻ്റെ ബേസിൽ ചെയ്യാൻ. ഓക്കെ.